ഹലോ, ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഋഷികേശിലാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസ് ഋഷികേശിലെ വിശേഷങ്ങളായിരിക്കും. അപ്പം ഞാനൊരു ഓട്ടോ വിളിച്ച് നേരെ ഞാൻ സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ടൈം ഏർലി മോർണിംഗ് ആണ്. ഞാൻ സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്ത് വേറെ ഗസ്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഏർലി ചെക്ക് ഇൻ പറ്റില്ല. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ലഗേജൊക്കെ വെച്ച് ഒന്ന് കറങ്ങി തിരിച്ച് വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ സൈഡിൽ കാണുന്നതാണ് ഗംഗാ നദി. അപ്പോൾ ഈ ഋഷികേശിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ആ ഋഷികേശിൻ്റെ ബോർഡൊക്കെ കാണുമ്പോൾ അടിപൊളി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഗേജൊക്കെ കൊണ്ടുവച്ച് ഞാൻ നേരെ വന്നത് ലക്ഷ്മൺ ജൂലക്ക് അടുത്തുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗംഗാ നദി. അപ്പോൾ ഗംഗാമ്മയെ കണ്ടിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാം കുറേ ആൾക്കാർ പുഴയിൽ നിന്ന് കുളിക്കുന്നതും കളിക്കുന്നതും എല്ലാം. അപ്പം നമ്മൾ പറഞ്ഞ് മാത്രം കേട്ടിട്ടുള്ള ഗംഗാ നദി ആദ്യമായിട്ട് കണ്ടപ്പോഴുള്ള സന്തോഷമാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത്. ആ കാണുന്നതാണ് ലക്ഷ്മൺ ജൂല. ബേസിക്കലി അതൊരു ബ്രിഡ്ജാണ്. നമ്മുടെ രാമൻ്റെ അനിയൻ ലക്ഷ്മൺ ഈ പാലം ഉപയോഗിച്ച് ഗംഗാ നദി കടന്നതായിട്ടാണ് വിശ്വാസം. പിന്നെ നമ്മുടെ ഹിമാലയത്തിൽ നിന്നാണ് ഈ ഒരു ഗംഗാ നദി ഉത്ഭവിച്ച് വരുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് ആശ്രമങ്ങളും യോഗ സെൻ്ററുകളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാർ മുങ്ങിക്കുളിക്കാൻ വരുന്നത് മാത്രമല്ല, ചില സ്വാമിമാരൊക്കെ ഇതിൻ്റെ കരയിലിരുന്ന് എന്തൊക്കെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പം നമ്മുടെ ഗംഗാ നദി ജസ്റ്റ് കണ്ടു. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നൈറ്റ് ഇവിടെ ആരത്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ നേരെ പോയത് പരമാത്മ നികേതൻ ആശ്രമത്തിലേക്കാണ്. രാംജൂലക്കടുത്താണ് ഈ ഒരു പരമാത്മ നികേതൻ ആശ്രമത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 1942 ഈ ഒരു ആശ്രമം സ്ഥാപിക്കുന്നത്. ഏകദേശം 1000 ആൾക്കാർക്കൊക്കെ താമസിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യക്കാരെ മാത്രമല്ല, ഇവിടെ കുറേ ഫോറിനേഴ്സും താമസിക്കുന്നുണ്ട്. നല്ല ശാന്തിയും സമാധാനമുള്ള ഒരു ആശ്രമമാണ്. പിന്നെ ഇവിടെ നമുക്കും പ്രീ ബുക്ക് ചെയ്തിട്ട് താമസിക്കാൻ പറ്റുന്നതാണ്. ബട്ട് ഇവിടെ ബുക്കിങ്സ് കിട്ടണമെങ്കിൽ കുറേ മുമ്പേ ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു ആശ്രമത്തിലാണ്. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല ഫ്ലവേഴ്സ് ഒക്കെ. പിന്നെ ഇവിടെയാണ് നൈറ്റിൽ ഗംഗ ആരതി നടക്കുന്നത്. പിന്നെ ആ കാണുന്നതാണ് കുറേ റിവർ റാഫ്റ്റിങ്ങും കഴിഞ്ഞിട്ട് വരുന്ന കുറേ ടീംസാണ്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു എൻഡ് പോയിന്റ് വരുന്നത്. ആശ്രമം വിസിറ്റ് ചെയ്ത് ഞാൻ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അത് ഋഷികേശിലെ ഫേമസ് ചോട്ടിവാല റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ ഒരുപാട് ചോട്ടിവാല റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ തന്നെ 2 അടുത്തടുത്തുണ്ട്. നല്ല ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞാനിവിടെ കയറിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീണ്ടും വന്ന സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കുറേ ആൾക്കാർ ഒരു ഡെഡ് ബോഡി ആയിട്ട് നദിക്കരയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കത്തിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കുറേ വിറകൊക്കെ കൊണ്ടാണ് അവർ പോകുന്നത്. പിന്നെ എൻ്റെ ചെക്കിങ് ടൈം തികക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടൈമും കൂടെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ല വെയിലും ചൂടും ആയതുകൊണ്ട് ഞാനൊരു കരിമീൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കരിമീൻ ജ്യൂസ് അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.